സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഈ സന്തോഷം പോരാ. ഇനിയെങ്കിലും നമ്മൾ ഭാരപ്പെടാതെ, നീരസപ്പെടാതെ, നിരാശപ്പെടാതെ, വ്യാകുലപ്പെടാതെ, പേടിക്കാതെ തൻ്റെ ഇടത്തോടെ തലകളെ ഉയർത്തി നിൽക്കണം. നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവൻ, സർവത്തിൻ്റെയും കാരണഭൂതൻ, അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വാസം ചെയ്യുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, ആ നിത്യനായവനാണ് കൂടെയുള്ളത് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മെ ഭരിക്കട്ടെ. സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഈ ദൈവത്തോട് അടുക്കുവാനുള്ള ഏക വഴി, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേരാണ് യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 14:6 പെട്ടെന്നെടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. യേശു അവനോട് ഞാൻ തന്നെ വഴിയും വഴിയും സത്യവും ജീവനുമാകുന്നു. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. യേശു പറഞ്ഞതാ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. ദൈവത്തോട് അടുക്കുവാനുള്ള ഒറ്റ വഴി യേശു ക്രിസ്തു. യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ വഴി. ഞാനല്ലാതെ ഒരു വഴിയില്ല, ഞാനല്ലാതെ ഒരു മാർഗമില്ല, ഞാനല്ലാതെ ഒരു വഴി ഇകത്തിലില്ല. പിതാവിൻ്റെ അടുക്കൽ ചെല്ലണമോ? അതിനുള്ള ഒറ്റ മാർഗം യേശു ക്രിസ്തു, അതിനുള്ള ഏക വഴി യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിനെ ഇതുവരെയും ജീവിതത്തിൽ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദസീമയ്ക്കകത്തുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തേ, വാത്സല്യ മാതാവേ, പിതാവേ, ഇന്ന് രാത്രി പിതാവായ ദൈവത്തിന്റെ അരികത്ത് നിത്യരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ ചെല്ലുവാൻ, സ്വർഗത്തിന്റെ അവകാശമായി തീരുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരൊറ്റ വഴി, അതാണ് യേശു ക്രിസ്തു. പത്രോസ് പറയുന്നു 4:12 അപ്പോസ്തല പ്രവൃത്തിയിൽ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു മാർഗമില്ല. സ്തോത്രം, സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാനുള്ള ഏക വഴി യേശു ക്രിസ്തു, പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാനുള്ള ഏക വഴി യേശു ക്രിസ്തു, നിത്യതയുടെ തീരത്തിലെത്തുവാനുള്ള ഏക വഴി യേശു ക്രിസ്തു, സ്വർഗത്തിൽ പോകുവാനുള്ള ഏക മാർഗം യേശു ക്രിസ്തു. ആധികാരികമായി പറഞ്ഞിരിക്കുക, ഞാൻ തന്നെ. യേശുക്രിസ്തുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങൾ അടങ്ങിയ അനുഗ്രഹീതമായൊരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. കണ്ടോ, ഞാനെന്ന് ആധികാരികമായി പറയുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ, അവനാണ് യേശു ക്രിസ്തു. അവനിൽ കൂടെ അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഭാഗ്യശാലികളാ. ഈ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷ പ്രാപിച്ചല്ലോ. എന്നാൽ ഇതുവരെയും യേശുവിലൂടെയുള്ള രക്ഷാ നിർണയം പ്രാപിക്കാത്ത ആരെങ്കിലും ഇതിനകത്താകട്ടെ പുറത്താകട്ടെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് യേശുവേ നീയാണ് എൻ്റെ കർത്താവെന്ന് വായ് കൊണ്ടും ഏറ്റുപറയുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ നിത്യരക്ഷ നിനക്ക് അനുഭവിപ്പാൻ കഴിയും. നീയും നിത്യതയുടെ പങ്കാളിയായി തീരും. സ്തോത്രം. അപ്പൊ യേശുക്രിസ്തു അല്ലാതെ വേറൊരു വഴിയില്ല. ഞാൻ സർവ്വസാധാരണ പ്രസംഗവേദിയിൽ പറയുന്ന ഒരു ഉദാഹരണ കഥയുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, സ്വർഗത്തേക്ക് പോകാൻ ഒരു വഴിയല്ല, പല വഴിയുണ്ടെന്ന്. പല വഴികളില്ല, പല വഴികളുണ്ട്. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അതിനൊരു കൊച്ചു കഥയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു കുളത്തിൽ 3 ജീവികൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു കുളത്തിൽ 1 ആമ, 2 തവള, 3-ാമത്തെ ജീവി മീന് അഥവാ മത്സ്യം. ഇവർ 3 പേരും ഒരുപോലെ സന്തോഷത്തോടെ അതിനകത്ത് പാർത്തു. തവളയ്ക്കൊരു പ്രത്യേകതയുണ്ട്, വെള്ളത്തിലും കിടക്കും, വേണ്ടി വന്നാൽ കരയിലും കയറും. മറ്റൊരു പ്രത്യേകത, കരയിൽ കയറിക്കഴിഞ്ഞാൽ നമ്മെപ്പോലെ നടക്കത്തില്ല, ഇവൻ തുള്ളും, ചാട്ടം. ഇവിടെ നിന്ന് ഒരൊറ്റ ചാട്ടം അവിടെ നിന്ന് അപ്പുറത്ത്, ഇങ്ങനെ ചാടിയേ പോകത്തുള്ളൂ. അതിന് കാരണമുണ്ട്, ഇവൻ ജനിച്ചപ്പോഴേ തവളയായിട്ടല്ല ജനിച്ചത്. ജനിച്ചപ്പോൾ അവൻ്റെ പേര് വാൽമാക്രി.
ആ വാലങ്ങ് മാറി 4 കാല് വന്നു. അതിനാണ് നമ്മൾ പറയുന്നത് രൂപാന്തരമെന്ന്. എല്ലാവർക്കും ചാടാൻ പറ്റത്തില്ല, രൂപാന്തരപ്പെട്ടവൻ മാത്രമേ ചാടത്തുള്ളൂ. എല്ലാവരും കൊണ്ട് തുള്ളാൻ പറ്റൂല. നിങ്ങൾ ചുമ്മാ തുള്ളിക്കൊണ്ടിരിക്കുക. ശരിക്കും രൂപാന്തരപ്പെട്ടവനെ തുള്ളിപ്പിക്കേണ്ട, അവൻ തുള്ളും. എന്താ കാര്യം? അകത്ത് രൂപാന്തരം. ഇപ്പൊ തവള വെള്ളത്തിലും കിടക്കും, കരയിലും കയറും. തവള ഒരു ദിവസം കരയിൽ കയറി ചാടി മുന്നോട്ട് പോയപ്പോൾ കുളത്തിൻ്റെ വടക്ക് വശത്ത് ഒരു പറ്റം ആളുകളിരുന്ന് ഒരു കമ്മിറ്റി കൂടുന്നു. കമ്മിറ്റി മറ്റൊന്നുമല്ല, എത്രയും പെട്ടെന്ന് കുളത്തിലെ വെള്ളം വറ്റിക്കണം, അകത്ത് കിടക്കുന്ന ചള്ള കോരി മാറ്റണം, കുളം വൃത്തിയാക്കണം. ഇതാണ് കമ്മിറ്റിയിലുള്ള പ്രധാന അജണ്ട. ഇത് കേട്ട തവള യാത്ര നിർത്തി തിരിച്ചു വന്നു. കൂട്ടുകാരോട് പറഞ്ഞു, അല്ലയോ മത്സ്യമേ, ആമേ, ഞാൻ എൻ്റെ യാത്ര നിർത്തി തിരിച്ചു വന്നിരിക്കുന്നു. എന്താ കാര്യം? ഗുരുതരമായൊരു പ്രശ്നം നേരിടുവാൻ പോകുന്നു, ഒരു വലിയ അപകടം. എന്താ അപകടം? ഈ കുളത്തിലെ വെള്ളം വറ്റിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് വെള്ളം വറ്റിക്കുന്നതിന് മുൻപ് എത്രയും വേഗത്തിൽ വേറൊരു കുളം നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പോകും. മീന് പറഞ്ഞു, അല്ലയോ തവളെ, നീ നിന്റെ പണി നോക്ക്. എനിക്ക് രക്ഷപ്പെടാൻ 100 ബുദ്ധിയുണ്ട്. എത്ര ബുദ്ധി? 100 ബുദ്ധി. 100 എന്നതിന് കൊടുത്തിരിക്കുന്ന മലയാള പദമാണ് ശതം. 100 ബുദ്ധിയുണ്ട്. ആമ പറഞ്ഞു, തവളെ നിന്റെ പണി നീ നോക്കിക്കോ, എനിക്ക് 10 ബുദ്ധിയുണ്ട്. 10 എന്നതിന് കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് മലയാളത്തിൽ ദശം, ദശാംശം. കേട്ടിട്ടുണ്ടോ? ദശാംശം കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ശതം, ദശം. ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ട് വിഷാദിതനായ തവള പറഞ്ഞു, എനിക്ക് 100 ബുദ്ധിയുമില്ല, 10 ബുദ്ധിയുമില്ല, എനിക്ക് ഒരൊറ്റ ബുദ്ധിയേ ഉള്ളൂ, ഒറ്റ വഴി എനിക്കുള്ളൂ. ദിവസങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് കുളത്തിൻ്റെ പണിക്കാർ വന്ന് വെള്ളം വെട്ടി തുറന്നു വിട്ടു. വെള്ളമെല്ലാം ഒഴുകിപ്പോയി. കുളത്തിൻ്റെ നടുവിൽ അല്പവെള്ളത്തിൽ 3 വമ്പൻ പ്രാണികൾ കിടന്ന് കളിക്കുന്നു. നോക്കിയപ്പോൾ നല്ലൊരു കൂറ്റൻ വരാല്, നല്ലൊരു മീന്. അവനെ പെതിയെ പിടിച്ചു, പൊക്കിയെടുത്ത് അവൻ്റെ മൂക്കിലൂടെ ഒരു ഈർക്കിൽ കുത്തിക്കടത്തി കരയിൽ കൊണ്ട് വെച്ചിരിക്കുക. തൊട്ടടുത്തൊരു വലിയ ആമ അവനെ കോരിയെടുത്ത് മീനിൻ്റെ അരികത്ത് കൊണ്ട് മലർത്തി വെച്ച് ഒരു കല്ലും കൂടെ എടുത്ത് പുറത്തങ്ങ് വെച്ചു. ഈ വലിയ കൂറ്റൻ തവളയെ പിടിക്കാൻ പോയപ്പോൾ അവനങ്ങ് ചാടി. അവന് നേരത്തെ ചാട്ടം അറിയാം. അവൻ ചാടി കരയെ കയറി. പുറകെ നിന്ന് പോയവർക്ക് കിട്ടിയില്ല, അവനങ്ങ് പോയി. അവൻ ചാടി കുളത്തിൻ്റെ കിഴക്ക് വശത്ത് വന്നപ്പോൾ ഒരു ദയനീയ അവസ്ഥ കണ്ടു. എന്താ കണ്ടത്? വർഷങ്ങളായി അവനോടൊപ്പം പാർത്തിരുന്ന മീനും ആമയും അപകടാവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. മീന് പിടയ്ക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സഹതാപം തോന്നിയെങ്കിലും ആ സഹതാപം മറന്നുകൊണ്ട് തവള ഒരു പാട്ട് പാടി. വായിക്കണ്ട. ആ പാട്ടിങ്ങനെയാണ്. നേരത്തെ കൊടുത്ത ബുദ്ധി ഉപദേശം കൈക്കൊണ്ടില്ല. ആ പാട്ടിങ്ങനെയാണ്: ശതബുദ്ധി മൂക്കിത കമ്പിത, ദശബുദ്ധി നെഞ്ചിത കല്ലിത, ഏകബുദ്ധി തത്തിത. അല്ലെ, പിടി കിട്ടിയോ? 100 ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞവന്റെ മൂക്കിൽ കമ്പ്. ശതബുദ്ധി മൂക്കിത കമ്പിത, ദശബുദ്ധി നെഞ്ചിത കല്ലിത. 10 ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞവന്റെ നെഞ്ചത്ത് കല്ല്. എന്നാൽ ഒരൊറ്റ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ കൃപയാൽ ഏകബുദ്ധി തത്തിത. ഒറ്റ ബുദ്ധിയുള്ള ഞാൻ ഇന്നും തത്തി പോകുന്നു. അല്ല, മനസ്സിലാകുന്നുണ്ടോ? 100 വഴി അറിയാം, 10 വഴി അറിയാം, 50 വഴി അറിയാം, പല വഴികൾ അറിയാമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന നീ അവസാനം ചെന്ന് പെടുന്നത് ഒരു വമ്പൻ വിനാശത്തിലാ. അത് വരാതിരിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. അവൻ മനുഷ്യനെ രക്ഷപ്പെടുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവരാശിക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കുവാൻ ഇകത്തിൽ ദൈവത്വം മാറ്റിവെച്ചിട്ട് മനുഷ്യത്വം സ്വീകരിച്ച ഒരുവൻ ചരിത്രത്തിലുണ്ടെങ്കിൽ ഇന്നേക്കും 2000 വർഷങ്ങൾക്കപ്പുറം മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കുലമരത്തിൽ പരമയാഗമായി തീർന്ന ഒരുവൻ, അവനാണ് സാക്ഷാൽ ലോകത്തിന്റെ രക്ഷിതാവ്.